ശ്ലോമോ ത്രിയേക ദൈവത്തിന് സ്തുതി. അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, നമ്മളെല്ലാവരും 2020 ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ക്രിസ്മസിനെ കുറിച്ച് ചെറുതായി ഒന്ന് സംസാരിക്കാനായിട്ട് ബലഹീനായ ഞാൻ ആഗ്രഹിക്കുന്നു. എൽദോ പെരുന്നാൾ അല്ലെങ്കിൽ ക്രിസ്മസിനെ കുറിച്ച് ആണ് ഞാൻ സംസാരിക്കുന്നത്. കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ ജന്മപ്പെരുന്നാൾ ആണ് എൽദോ പെരുന്നാൾ അല്ലെങ്കിൽ ലോകം മുഴുവന് ആഘോഷിക്കുന്ന ക്രിസ്മസ് തിരുനാൾ. എന്താണ് എൽദോ പെരുന്നാൾ അഥവാ ക്രിസ്മസ് എന്നതിൻ്റെ അർത്ഥം? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:16 ഇപ്രകാരം പറയുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പുത്രൻ തമ്പുരാനെ ലോകത്തിന് നൽകിക്കൊണ്ട് പിതാവാം ദൈവം മാനവരാശിയെ സ്നേഹിച്ചതാണ് ക്രിസ്തുമസ് അഥവാ പിതാവാം ദൈവത്തിൻ്റെ മഹത്തായ സ്നേഹപ്രകടനമാണ് ക്രിസ്മസ് തിരുനാൾ എന്ന് പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 2:6 ഇപ്രകാരം പറയുന്നു: അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തീർന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ വളരെ വ്യക്തമായി പറയുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ 1:14 വചനമാകുന്ന ദൈവം. ഈ വചനമാകുന്ന ദൈവം എന്ന് പറയുന്ന ഗ്രീക്കിൽ ലോഗോസ് എന്നാണ്. ഈ വചനം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ധാരാളം അർത്ഥങ്ങളുണ്ട് അതിന്. എന്നാൽ അതിൻ്റെ ശരിയായ ഗ്രീക്ക് വാക്കെന്ന് പറയുന്നത് ലോഗോസ് എന്നാണ്. അപ്പോൾ ലോഗോസ് ജഡമെടുത്ത കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പിതാവാം ദൈവത്തിൻ്റെ പൂർണ്ണ ഇഷ്ടപ്രകാരം വചനമാകുന്ന പുത്രൻ തമ്പുരാൻ നമ്മെ അവനെപ്പോലെ ആക്കി തീർക്കാൻ വേണ്ടി അവൻ നമ്മെപ്പോലെ മനുഷ്യനായി പിറന്നു, ലോകത്തെ സ്നേഹിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും മഹത്തായ സ്നേഹപ്രകടനമാണ് ക്രിസ്മസ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവം സ്വന്തം മകനെ നൽകിയതാണ് ക്രിസ്മസ്. ആയതിനാൽ എൽദോ പെരുന്നാൾ അഥവാ ക്രിസ്മസ് എന്നത് സ്നേഹത്തെ കൊടുക്കുന്ന പെരുന്നാളാണ്. അതിന് വേണമെങ്കിൽ ദ ഫീസ്റ്റ് ഓഫ് ഗിവിങ് എന്ന് വിളിക്കാം. ക്രിസ്മസിൽ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് തമ്മിൽ കൈമാറുന്നു. ഓരോരുത്തരും ഗിഫ്റ്റുകൾ കൈമാറുന്നു, സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് സ്നേഹം പങ്കുവെക്കുന്നു. എന്നാൽ നമ്മൾ അന്യോന്യം ഈ സ്നേഹപ്രകടനങ്ങൾ കാണിക്കുമ്പോഴും കൊടുക്കുമ്പോഴും പങ്കുവെക്കുമ്പോഴും എന്താണ് ക്രിസ്തുമസ് ദിനത്തിൽ ഉണ്ണിമിശിഹായ്ക്ക് കൊടുക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായി, ഉണ്ണിമിശിഹ നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ ഉണ്ടോ എന്ന് ചിന്തിക്കുക. സഭയിൽ ഈ ക്രിസ്മസ് പെരുന്നാളിൻ്റെ ഒരുക്കത്തിലേക്ക് വേണ്ടി എന്ന് വെച്ചാൽ ആത്മാവിൽ ഒരുങ്ങുന്നതിന് വേണ്ടി ഡിസംബർ 1 മുതൽ 25 വരെ നോമ്പ് ആചരണമുണ്ട്. ഇതിന് എൽദോ നോമ്പ് എന്ന് പറയുന്നു. ഈ കാലയളവിൽ ധാരാളം വിശ്വാസികളുടെ ഇടയിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈ നോമ്പിൻ്റെ പ്രസക്തി? എന്തിനു വേണ്ടി ഇത് എടുക്കണം? എവിടെയും ദിവസം തോറും ക്രിസ്മസ് സെലിബ്രേഷൻ പാർട്ടികളാണ്. എന്ന് വെച്ചാൽ തിന്നും കുടിച്ചും ആഹ്ലാദിക്കുന്ന ദിനങ്ങളാണ് ഡിസംബർ മാസത്തെ എല്ലാ ദിവസങ്ങളും.
ഇതിൻ്റെ അടിസ്ഥാന കാരണം യൂറോപ്പിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഇംഗ്ലണ്ട്, അമേരിക്ക, ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ആയിക്കഴിഞ്ഞു, ഈ നോമ്പും വ്രതവും എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. അതെല്ലാം ഈ ചവിറ്റുകൊട്ട അല്ലെങ്കിൽ ഗാർബേജ് ബോക്സിൽ കിടക്കുകയാണ് വ്രതവും നോമ്പും. അതിന് യാതൊരു പ്രസക്തിയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് ചോദിക്കും. നമ്മുടെ തലമുറ ചോദിക്കും, ഇതെന്താണ് ഈ വ്രതം എന്ന് പറയുന്നത്, എന്താണ് നോമ്പെന്ന് പറയുന്നത്, എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംസ്കാരം, ഒരു കൾച്ചർ നമ്മുടെ ഈ സമൂഹത്തിലേക്ക് കടന്നുകൂടിയത്? അതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏതിനൊരു കാരണമുണ്ടല്ലോ, അതിൻ്റെ ഒരു കാരണമാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാന കാരണം പാശ്ചാത്യ സുവിശേഷമാണ്. പാശ്ചാത്യ സുവിശേഷങ്ങൾക്ക് നോമ്പും വ്രതവും ഒന്നുമില്ല. അതായത് വെസ്റ്റേൺ തിയോളജിയിൽ വിശ്വസിക്കുന്നവർക്ക് ഇതൊന്നുമില്ല. അവർക്ക് നോമ്പുമില്ല, വ്രതവുമില്ല. വേണമെങ്കിൽ ഗുഡ് ഫ്രൈഡേ ആണെങ്കിൽ പോത്തിനെ കണ്ടിച്ച് അവരെ വറുത്ത് തിന്നും. അതാണ് അവരുടെ രീതി. ക്രിസ്മസ് സെലിബ്രേഷൻ, ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ, ഇതിനൊന്നും യാതൊരുവിധ പ്രാധാന്യവും അവർ കൊടുക്കുന്നില്ല. ആരെ? പാശ്ചാത്യ സുവിശേഷകരെ. എന്നാൽ ലോകത്ത് നാനാജാതി മതസ്ഥർ ഈ ക്രിസ്മസ് കാലങ്ങളിൽ അവരുടെ വീടും പരിസരങ്ങളും ഏറ്റവും ഭംഗിയായി നക്ഷത്ര വിളക്കുകൾ കൊണ്ട്, ക്രിസ്മസ് ട്രീ കൊണ്ടും അലങ്കരിക്കും. എന്നാൽ വേദപുസ്തക ജനം എന്ന് പറയുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന പാശ്ചാത്യ സുവിശേഷകരുടെ ഭവനങ്ങളും പരിസരങ്ങളും മരണ വീട് പോലെ മൂഢതയിലും അന്ധകാരത്തിലുമാണ്. നിങ്ങളോട് സംസാരിക്കുന്ന ബലഹീനായ ഞാൻ കോലാലംപൂരിൽ പോയിട്ടുണ്ട്. മുസ്ലിം കൺട്രിയാണല്ലോ. മുസ്ലിം രാജ്യത്ത് ഞാൻ താമസിച്ചുള്ള ഒരാളാണ്. അക്രൈസ്തവരോടുകൂടി ജീവിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. ഈ സമയങ്ങളൊക്കെയും ഈ ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത മുസ്ലിംസും അക്രൈസ്തവരൊക്കെയും ക്രിസ്ത്യാനികളെക്കാൾ മനോഹരമായിട്ട് അവരുടെ വീടുകൾ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ അവർ അലങ്കരിക്കും. ക്രിസ്മസ് ട്രീ ഇതെല്ലാം അവർ വെക്കുന്നുണ്ട്. എന്നാൽ വേദപുസ്തകം കയ്യിലോട് എടുത്തുകൊണ്ട് രക്ഷയുടെ വലിയ വാഗ്ദാനങ്ങൾ പ്രദാനം ചെയ്യുന്നതായ ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒന്നില്ല. അവർ പറയുന്നത് എന്തിനാണ് ക്രിസ്മസ്? ക്രിസ്തു ഒരിക്കലായി ജനിച്ചു, പിന്നെ അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഈ പറയുന്ന വ്യക്തി അവൻ്റെ ബർത്ത്ഡേയും അവൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേയും അവൻ്റെ മക്കളുടെ ബർത്ത്ഡേ എല്ലാ വർഷവും ആഘോഷപൂർവ്വം കൊണ്ടാടും. വെഡ്ഡിങ് ആനിവേഴ്സറി ഇതുപോലെ ആഘോഷമായി കൊണ്ടാടും. എന്നാൽ ക്രിസ്മസ് ദിനത്തിൽ അവന് എന്താണ്? മൗനമാണ്, മൂഢതയാണ്, ശോകം ആണ്. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല. ഇതിൻ്റെ കാരണം പാശ്ചാത്യ സുവിശേഷമാണ്. അപ്പോൾ പാശ്ചാത്യ സുവിശേഷകളുടെ ഭവനങ്ങളും പരിസരങ്ങളും മരണവീട് പോലെ മൂഢതയിലും അന്ധകാരത്തിലുമാണ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ നിങ്ങളോട്. എന്നാൽ പൗരാണിക സഭകളിൽ, ഏൻഷ്യൻ്റ് ചർച്ചസ് എന്ന് പറയും, 25 ദിവസം നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ ജനന പെരുന്നാൾ അഥവാ ക്രിസ്തുമസ് ദിനം ആഘോഷിക്കപ്പെടുന്നത്. ഇത് ഹൂദായ കാനോൻ അനുസരിച്ചുള്ള സഭയുടെ നോമ്പാണെന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഏൻഷ്യൻ്റ് ചർച്ച് എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ്റ് സഭകളിൽ, പല സഭകളിൽ ഇതിൻ്റെ ദിവസങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്, കുറയ്ക്കുന്നുണ്ട്. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അടിസ്ഥാനപരമായി 25 ദിവസവും നോമ്പാണ്. പിന്നെ കാലോചിതമായിട്ട് ഓരോ സഭയിൽ ക്രമീകരണം നടത്തുന്നു. അത് ആ സഭയിൽ പെട്ട സംഗതികളാണ്. ഞാൻ സംസാരിക്കുന്ന കാനൂനികമായിരിക്കുന്ന കാര്യങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകൻ മാനവകുലത്തിനു വേണ്ടി വിശുദ്ധ കന്യക മറിയാമിൽ ഉരുവാകുന്നതിന് 2 ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ലോഗോസ്. ഞാൻ പറഞ്ഞല്ലോ, ലോഗോസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അഥവാ വചനമാകുന്ന ദൈവം. 2, പരിശുദ്ധ റൂഹായുടെ ആവസിപ്പ്. ഈ മാത്തമാറ്റിക്സ് അനുസരിച്ച് ലോഗോസ് പ്ലസ് ഹോളി സ്പിരിറ്റ് ഈസ് ഈക്വൽ ടു ജീസസ് ക്രൈസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ലോഗോസും ഹോളി സ്പിരിറ്റും ഇവ 2 ഒരുമിച്ച് മറിയാമിൽ പ്രവർത്തിച്ചപ്പോൾ വചനമാകുന്ന ദൈവം ജഡധാരണം ചെയ്തു.
ഈ ജനന പെരുന്നാളിൽ ഓരോ വിശ്വാസിയിലും വിശുദ്ധ കന്യക മറിയാമിൽ ഉണ്ണിമിശിഹ ജാതം ചെയ്തതുപോലെ ഉരുവായതുപോലെ നമ്മളുടെ ഹൃദയത്തിൽ ഉരുവാകണം. ഹൃദയത്തിൽ ഉരുവാകുന്നതിന് ആവശ്യമായ 2 ഘടകങ്ങളാണ്. 1 ലോഗോസ്, 2 പരിശുദ്ധ റൂഹ. ഗലാത്യ ലേഖനം 4:19 ഇപ്രകാരം പറയുന്നു: ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ സദൃശമായ വേദന അനുഭവിക്കുന്നു. ഒരിക്കൽ ക്രിസ്തുവിനെ ധരിച്ചവരായ ഗലാത്യരിൽ നിന്നും ക്രിസ്തു നഷ്ടപ്പെട്ടുപോയി. അത് കണ്ടപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഒരു ഗർഭിണി പ്രസവിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന പോലെ ആയിത്തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുമാത്രം വേദനയാണ് പൗലോസ്ലീഹായ്ക്ക് ക്രിസ്തു ഇല്ലാത്തൊരു വ്യക്തിയെക്കുറിച്ചുണ്ടായതെന്ന് പറയുകയാണ്. നമ്മുടെ പാപമംഗലമായ ജീവിതധാരയിൽ നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിനെ വീണ്ടെടുക്കുന്നതിനുള്ള ഒരുക്കകാലമാണ് എൽദോ നോമ്പ് എന്ന് പറയുന്നത്. ഈ വ്രത അനുഷ്ഠാനത്തിൽ കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധ റൂഹായെ ജ്വലിപ്പിച്ചുകൊണ്ട് തിരുവചനത്തെ നമ്മുടെ ആത്മാവിൻ്റെ ആഹാരമായി രുചിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുമ്പോൾ ക്രിസ്തു എന്ന രക്ഷകൻ നമ്മളിൽ ജനിക്കും, അഥവാ നമ്മളിൽ ഉരുവാകും. നമ്മളിൽ ഉണ്ടാകുന്ന രക്ഷയുടെ അനുഭവം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമായി തീരണം. ഞാൻ മുന്നമേ പറഞ്ഞുവല്ലോ, ക്രിസ്മസ് എന്നത് ദൈവിക സ്നേഹത്തെ പകർന്നു കൊടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ ദ ലോ ഓഫ് ഗിവിങ്, കൊടുക്കുന്ന സ്നേഹമാണ് ക്രിസ്മസ്. ദ ലോ ഓഫ് ഗിവിങ് എന്ന പിതാവാം ദൈവം പുത്രനെ ലോകത്തിലേക്ക് കൊടുത്തുകൊണ്ട് കാണിച്ചു തന്നു. കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകൻ ദാവീദിൻ പട്ടണത്തിൽ ബേത്ലഹേമിൽ ജനിക്കുന്ന വിവരം ജ്യോതിർ പണ്ഡിതന്മാരായ ജ്ഞാനികൾ മനസ്സിലാക്കിയിരുന്നു. ഇവർ ജ്ഞാനികൾ മാത്രമല്ല, രാജാക്കന്മാർ കൂടി ആയിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഇവർ കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നും ഉള്ളവരായിരുന്നു. ഇവർ യഹൂദ മതാനുസാരികൾ അല്ലായിരുന്നു, വിജാതീയരായിരുന്നു. ഇന്ന് പല ക്രിസ്ത്യാനികളും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ക്രിസ്തു അഥവാ ഓരോ ക്രിസ്ത്യാനിയുടെയും ക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം രക്ഷകൻ എന്നാണ്. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നത് ക്രിസ്തു എന്ന രക്ഷകൻ സർവ്വജാതികളുടെയും വംശങ്ങളുടെയും രക്ഷകനാണ്. മാലാഖ ആട്ടിടയന്മാരോട് പറയുന്ന ദൂത് ലൂക്കോസ് 2:10 നോക്കുമ്പോൾ കാണാം. എന്താണ് പറയുന്നത്? ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, സർവ്വജനത്തിനും. ഒരു പ്രത്യേക സമൂഹത്തിനോ ക്രിസ്ത്യാനിക്കോ യഹൂദനോ വേണ്ടിയല്ല, ദ ഹോൾ നേഷൻസ് എന്നാണ് പറയുന്നത്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നാണ്. കൂടാതെ യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ 1:29 പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നാണ്. ക്രിസ്ത്യാനിയുടെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടെന്നല്ല പറഞ്ഞിരിക്കുന്നത്, യഹൂദൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടെന്നല്ല പറഞ്ഞ്, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകൻ സർവ മാനവരാശിയുടെയും രക്ഷകനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കർത്താവ് ദാവീദിൻ പട്ടണത്തിൽ ജനിക്കുന്ന കാര്യം കാലങ്ങൾക്ക് മുമ്പേ കിഴക്കൻ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ജ്ഞാനികൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. തിരുവചനപ്രകാരം ഉണ്ണിമിശിഹായെ കണ്ടു വന്നിപ്പാനായിട്ട് വന്ന ജ്ഞാനികൾ എത്ര പേർ എന്നും അവരുടെ പേരുകൾ എന്തെന്നും ബൈബിളിൽ പറയുന്നില്ലെങ്കിലും ഉണ്ണിമിശിഹായെ വന്നു കണ്ട് കാഴ്ചകൾ സമർപ്പിച്ച് വന്നിച്ചവർ 3 പേരാണെന്ന് പാരമ്പര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നു. എന്നാൽ പല വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് 3 പേർ അല്ല എന്നും 4 പേർ ആയിരുന്നു എന്നും പറയുന്നു.
ഇനി അവരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആരൊക്കെയാണെന്ന് 4 പേര്, എത്ര പേര് കർത്താവിൻ്റെ മേഞ്ചറിൽ വന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ജ്ഞാനിയുടെ പേര് കാസ്പർ എന്നാണ്. ഈ കാസ്പർ ഇദ്ദേഹം വളരെ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനായിരുന്നു. താടിയില്ലാത്തവനും ചുവപ്പ് നിറം ഉള്ളവനുമായിരുന്നു. ഇദ്ദേഹമാണ് കുന്തിരിക്കം കൊണ്ടുവന്ന് കാഴ്ച സമർപ്പിച്ചത്. കർത്താവായ യേശു ക്രിസ്തു മഹാപുരോഹിതൻ എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് കുന്തിരിക്കം. ഇദ്ദേഹം ഏദോമ്യ വംശത്തിൽപ്പെട്ട രാജാവാണെന്ന് പറയപ്പെടുന്നു. ഏദോമ്യർ എന്ന് പറയുന്ന ചുമപ്പ് നിറമുള്ളവരാണ്. ആയതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം ഏദോമ്യ രാജ്യവംശത്തിൽപ്പെട്ട രാജാവ് ജ്ഞാനി എന്ന് പറയുന്നത്. ഇദ്ദേഹം സമർപ്പിച്ചത് ഞാൻ പറഞ്ഞല്ലോ കുന്തിരിക്കമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ജ്ഞാനിയുടെ പേര് മെൽഖയർ എന്നാണ്. ഇദ്ദേഹം മധ്യവയസ്കനും താടിയും മീശയും നീട്ടിയവനും പാഴ്സി വേഷധാരിയും ആയിരുന്നു. ഇദ്ദേഹം സ്വർണമാണ് കാഴ്ചവെച്ച് ഉണ്ണിമിശിഹായെ വന്ദിച്ചത്. ഇദ്ദേഹം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജാവും ജ്ഞാനിയുമായിരുന്നു എന്ന് ചിന്തിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവെന്ന് അറിയിക്കുന്നതിന് വേണ്ടി പേർഷ്യൻ രാജാവായ മെൽഖയർ രാജകീയ സമ്മാനമായി സ്വർണം കാഴ്ചവെച്ചു. അതായത് കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവാണെന്ന് അദ്ദേഹം തൻ്റെ കാഴ്ചയിൽ കൂടി സമർപ്പണത്തിൽ കൂടി അദ്ദേഹം വെളിപ്പെടുത്തുകയായിരുന്നു. മൂന്നാമത്തെ ജ്ഞാനിയുടെ പേർ ബൽത്താസർ എന്നായിരുന്നു. ഇദ്ദേഹം നേരിയ കറുപ്പ് നിറമുള്ളവനും താടിയും മീശയും വളർത്തിയ ആളുമായിരുന്നു. ഇദ്ദേഹം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള മിഥ്യാൻ ദേശക്കാർ ആണെന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹം മീറയാണ് കർത്താവിന് കാഴ്ചയായി സമർപ്പിച്ചത്. മീറ എന്ന് പറയുന്ന സുഗന്ധ ലേപനം യഹൂദന്മാരുടെ സംസ്കാരമനുസരിച്ച് മരിച്ചുപോയ വ്യക്തിയുടെ മൃതശരീരത്തിൽ പൂശുന്ന തൈലമാണ് മീറ. ഇതിന് പിന്നീട് നമ്മുടെ മലയാള ഭാഷയിൽ മൂര് എന്ന് പറയുന്നു. കർത്താവിൻ്റെ മൃതശരീരം ക്രൂസിൽ നിന്ന് അരിമത്യക്കാരനായ ഔസേപ്പും നീക്കോദീമോസും കൂടി ഇറക്കി 100 റാത്തൽ മൂരും അകിലും കൊണ്ടുള്ള ഒരു കൂട്ടുകൊണ്ടുവന്ന് കർത്താവിൻ്റെ മൃതശരീരത്തിൽ പൂശി. വിശുദ്ധ യോഹന്നാൻ 19:39 കാണുന്നുണ്ട്. മൂര് എന്നത് ക്രിസ്തുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയും ക്രിസ്തുവിൻ്റെ മരണത്തെ കാണിക്കുന്നതിന് വേണ്ടിയും ബൽത്താസർ മൂര് കാഴ്ചവെച്ച് വന്ദിച്ചു. ഇനി നാലാമത്തെ ജ്ഞാനിയായ രാജാവിൻ്റെ പേര് അർട്ടബാൻ എന്നാണ്. ഇദ്ദേഹത്തിന് മറ്റു 3 പേരോടുകൂടി ഒരുമിച്ച് ചേർന്ന് ബേത്ലഹേമിൽ എത്താൻ സാധിച്ചില്ല. അപ്പം ഈ 3 പേരോടുകൂടി അദ്ദേഹം ബേത്ലഹേമിൽ എത്തിയില്ല. ഇവർ 4 പേരും കൂടി തീരുമാനിച്ചു ഉറപ്പിച്ച് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ കാലെ കൂട്ടി നടത്തി. ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചിരുന്നു. അതനുസരിച്ചായിരുന്നു 4 പേര് യാത്ര പുറപ്പെട്ടത്. മറ്റു 3 പേരും ഉണ്ണിമിശിഹായ്ക്ക് കൊടുക്കുവാൻ ഗിഫ്റ്റുകൾ എടുത്തതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അർത്തബാനും സമ്മാനം എടുത്തിരുന്നു. എന്നാൽ അർത്തബാന്റെ സമ്മാനങ്ങൾ മറ്റു 3 പേരിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു. എന്തൊക്കെയാണ് അർത്തബാൻ എടുത്തിരുന്നത്? സാഫയർ, റൂബി, പേൾ എന്നിങ്ങനെ വില കൂടിയ 3 രത്നക്കല്ലുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടായിരുന്നത്. ഉണ്ണിമിശിഹായ്ക്ക് കൊടുക്കുവാനായിട്ട് അദ്ദേഹം കൈവശം സൂക്ഷിച്ചിരുന്നത്. മറ്റു 3 പേരോടുകൂടി പോകുന്നതിന് വേണ്ടി അദ്ദേഹം എല്ലാ ക്രമീകരണത്തോടുകൂടി യാത്ര തുടർന്നു. എന്നാൽ യാത്ര മധ്യേ മരുഭൂമിയിൽ ഒരു വഴി പോക്കൻ ആരുമില്ലാതെ അവശനായി രോഗബാധിതനായി കിടക്കുന്നത് അർത്തബാൻ കണ്ടു. വളരെ ദീനാനുകമ്പയുള്ള അർത്തബാൻ, ഈ നമ്മുടെ അർത്തബാൻ വളരെ അനുകമ്പയുള്ളവനാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടാൽ അദ്ദേഹത്തിനത് മറികടന്നു പോകുവാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് സമ്മതിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ രോഗബാധിതനായി മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നതായ ആ വ്യക്തിയെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് അർത്തബാൻ എന്തു ചെയ്തു? തൻ്റെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ഈ
മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആ വഴിയാത്രക്കാരനെ എടുത്ത് വളരെ ദൂരെയുള്ള ഒരു ആശ്രമത്തിൽ എത്തിച്ചു. ആ വഴിപോക്കന് ശുശ്രൂഷിക്കുന്നതിന് മരുന്നുകൾ വാങ്ങുന്നതിനും വേണ്ടി തൻ്റെ പക്കലുണ്ടായിരുന്ന സാഫയർ എന്ന വില കൂടിയ രത്നക്കല്ല് അവർക്ക് കൊടുത്തു. എന്നിട്ട് തൻ്റെ 3 കൂട്ടുകാരോടും കൂടി ചേരുന്നതിന് വേണ്ടി അതിശീഘ്രം യാത്ര തിരിച്ചു. യാത്രയിൽ കർത്താവായ ക്രിസ്തുവിന് കൊടുക്കുവാൻ ആഗ്രഹിച്ച സാഫയർ തൻ്റെ കയ്യിൽ ഇല്ലല്ലോ എന്ന ചെറിയൊരു ദുഃഖം തനിക്കുണ്ടായിരുന്നു. 4 പേർ കൂടി ഒരുമിച്ച് ചേരണമെന്ന് പറഞ്ഞ പ്രത്യേക സ്ഥലത്തെ കാസ്പർ, മെൽഖയർ, ബൽത്താസർ ഇവർ 3 പേരും യഥാസമയം എത്തിച്ചേർന്നു. അറ്റബാന് വേണ്ടി അവർ ഒരു രാത്രി മുഴുവനും കാത്തിരുന്നു. എന്നാൽ അറ്റബാനെ കാണാത്തതിനാൽ അവർ 3 പേരും പുലർച്ചയ്ക്ക് തന്നെ യാത്ര തിരിച്ചു. നമ്മുടെ അറ്റബാൻ വളരെ ധൃതി പിടിച്ചു വന്നുവെങ്കിലും കൂട്ടുകാർ പോയി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി താൻ ഒറ്റയ്ക്ക് തന്നെ ബേത്ലഹേമിൽ എത്തിച്ചേർന്നു. എന്നാൽ അറ്റാബൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായ രീതിയിൽ ബേത്ലഹേം പട്ടണം മുഴുവനും വളരെ മൂഹതയിലും ശോകത്തിലും ആയിരിക്കുന്നു. ഒരു മനുഷ്യനെ പോലും തെരുവിൽ കാണുന്നില്ല. ഇതെന്താണെന്ന് എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി താൻ അടുത്തുള്ള ഒരു വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു പടയാളി കയറി വന്ന് ബലമായി വീട് തട്ടി തുറന്ന് ആ വീട്ടിലെ കുഞ്ഞിനെ കൊല്ലുവാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ വാവിട്ട് കരയുന്നു. പെട്ടെന്ന് അറ്റബാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ അറ്റബാന് മനസ്സിലായി കുഞ്ഞിനെ പടയാളികൾ കൊല്ലുവാനായിട്ട് ഹേറോദ് രാജാവിൻ്റെ കൽപ്പനയുണ്ട്, അതനുസരിച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ് എന്ന്. ഉടനെ തന്നെ അറ്റബാൻ എന്തു ചെയ്തു? താൻ കരുതിയിരുന്നതും കൈവശമുള്ളതുമായ റൂബി എന്ന വില കൂടിയതായ അടുത്ത രത്നക്കല്ല് എടുത്ത് വളരെ രഹസ്യമായിട്ട് നമ്മുടെ കേരള പോലീസിൻ്റെ പോക്കറ്റിൽ ഇട്ടു കൊടുക്കുന്നത് പോലെ ചെറിയൊരു പോക്കറ്റ് മണി പോലെ അറ്റബാൻ അയാളുടെ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് പട്ടാളക്കാരൻ്റെ നേരെ ചിരിച്ചു പുഞ്ചിരിച്ചു. കുഞ്ഞിനെ രക്ഷിച്ചേക്കൂ, നിങ്ങൾക്ക് ധാരാളം പൈസ ഇത് വിറ്റാൽ കിട്ടും. പട്ടാളക്കാരന് വലിയ സന്തോഷമായി. അവൻ്റെ ജീവിതത്തിൽ കാണാത്തതായ നല്ല രത്നക്കല്ല് അവൻ്റെ പോക്കറ്റിൽ വീണിരിക്കുന്നു. അവൻ ആ പട്ടാളക്കാരൻ ആ കുഞ്ഞിനെ കൊന്നില്ല, തിരിച്ച് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ അറ്റബാൻ റൂബി കൊടുത്തുകൊണ്ട് ആ കുഞ്ഞിനെ രക്ഷിച്ചു, അമ്മയെ സന്തോഷിപ്പിച്ചു. അപ്പോൾ അറ്റബാന് മനസ്സിലായി, ഹേറോദോസ് രാജാവ് ഉണ്ണിമിശിഹായെ കൊല്ലുന്നതിന് വേണ്ടി ദേശത്തെല്ലായിടത്തുമുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കിയ അറ്റബാൻ ആ പ്രദേശം മുഴുവനും ഉണ്ണിമിശിഹ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാനായിട്ട് അദ്ദേഹം അന്വേഷിച്ചു. ഉണ്ണിമിശിഹായെ അന്വേഷിച്ച് ഏതാണ്ട് 6 മാസക്കാലം അറ്റബാൻ അവിടെയെല്ലാം അന്വേഷിച്ചു. അവസാനം മടങ്ങി തൻ്റെ നാട്ടിലേക്ക് പോകുന്നു. അപ്പോഴും കർത്താവായ യേശുവിനെ നൽകാനായി കൊണ്ടുപോയ സമ്മാനത്തിൽ സാഫയർ റൂബിയും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തുവല്ലോ എന്ന ഒരു നിരാശ തന്നിൽ ഉണ്ടായിരുന്നു. അറ്റബാന്റെ ജ്ഞാനദൃഷ്ടി അനുസരിച്ച് ബേത്ലഹേമിൽ ജാതം ചെയ്ത യഹൂദ രാജാവായ ക്രിസ്തു 30 വയസ്സ് കഴിയുമ്പോൾ രാജാവായിട്ട് വാഴുമെന്ന് തനിക്ക് അറിയാമായിരുന്നു. അതനുസരിച്ച് താൻ വീണ്ടും 30 വർഷങ്ങൾക്ക് ശേഷം ഊർശലേമിലേക്ക് യാത്ര തിരിച്ചു. യഹൂദ വംശത്തിൻ്റെ രാജാവായിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ട് വണങ്ങി നമസ്കരിക്കണം, തൻ്റെ കയ്യിലുള്ളതായ ആ പേളും കൊടുക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടുകൂടി ഈ അറ്റബാൻ യാത്ര തിരിക്കുകയാണ്. അറ്റബാൻ ഊർശലേമിൽ എത്തിയപ്പോൾ കേൾക്കുന്നു, ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് വേണ്ടി ഗോകുൽത്തായിലേക്ക് കൊണ്ടുപോയി എന്ന്. എന്നാൽ ക്രിസ്തുവിനെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹത്തിൽ അദ്ദേഹം വളരെ ധൃതിയിൽ ഗോകുൽത്താ മലമുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പടയാളി ഒരു പെൺകുട്ടിയെ തെരുവിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നു. ആ വഴിക്ക് ആ പെൺകുട്ടി വാവിട്ട് കരയുകയാണ്, രക്ഷിക്കണേ രക്ഷിക്കണമേ
എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു നിലവിളിക്കുകയാണ്. അർട്ടബാൻ ശ്രദ്ധിച്ചത് എന്താണ് എന്ന്. അപ്പോൾ നോക്കുമ്പോൾ കാണും, ഇതാ ഒരു പടയാളി യാതൊരു ദയയും കരുണയുമില്ലാതെ നീചമായ രീതിയിൽ ഈ മൃഗങ്ങളെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ പെൺകുട്ടിയുടെ ഒരു കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുകയാണ്. ആ കുട്ടി ചോരയിൽ കുളിക്കുകയാണ്, ദേഹത്തെ തൊലിയെല്ലാം ഉരിഞ്ഞു പോകുകയാണ്. ഉടനെ അർത്തബാൻ ഓടി ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ പിതാവിന് കടം വീട്ടാൻ സാധിക്കാത്തതിനാൽ എന്നെ അടിമയായി പിടിച്ചുകൊണ്ടുപോയി അടിമച്ചന്തയിൽ വിറ്റ് പണം ഈടാക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവരുടെ അടിമയാണ്. ഇവരെന്നെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. ആരെന്നെ വാങ്ങും? എൻ്റെ ജീവിതം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളെന്നെ രക്ഷിക്കണമേ എന്ന് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അർട്ടബാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സൂക്ഷിച്ചിരുന്ന പേൾ ആ പട്ടാളക്കാരന് കൊടുത്ത് ആ പെൺകുട്ടിയുടെ കടം വീട്ടി അവളെ സ്വതന്ത്രയാക്കി. അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് അർട്ടബാൻ അവളെ കൊണ്ടുവന്നു. ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വലിയൊരു കൂരിരുട്ടുണ്ടായി. ദേശത്തെല്ലാം വലിയ മഴ, ഇടിമിന്നലും പതിവില്ലാത്ത വണ്ണമുള്ളതായ ഭയങ്കര കാറ്റും, കൊടുങ്കാറ്റുള്ള കാറ്റും ഇടിയും മിന്നലും, വലിയൊരു ഭൂകമ്പവും ഉണ്ടായി. ഭൂമി കുലുക്കത്തിൽ പൊട്ടിത്തെറിച്ച ഒരു പാറയുടെ കഷണം വന്ന് നമ്മുടെ പ്രിയപ്പെട്ട അർട്ടബാന്റെ തലയിൽ ഇടിച്ചു. പെട്ടെന്ന് തല പൊട്ടി ബോധരഹിതനായി അർട്ടബാൻ നിലത്ത് പതിച്ചു. രക്തം ധാരധാരയായി തലയിൽ നിന്ന്, ശിരസിൽ നിന്ന് ഒലിച്ചുകൊണ്ടിരുന്നു. തന്നെ രക്ഷിച്ചതായ ആ പെൺകുട്ടി കണ്ട് സങ്കടത്തോടെ പെട്ടെന്ന് അവൾ ഉണ്ടായിരുന്ന വസ്ത്രം വലിച്ചു കീറി അവൾ അവിടെ ഇരുന്ന് അർട്ടബാനെ അർട്ടബാന്റെ തല തൻ്റെ മടിയിൽ എടുത്തു വച്ച് അവൾ ആ വസ്ത്രം കൊണ്ട് ചോര തുടച്ച് അവൾക്കറിയാവുന്ന രീതിയിലുള്ളതായ പ്രാഥമികമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ മുറിവുകളെല്ലാം കെട്ടി അവളുടെ വസ്ത്രങ്ങൾ കൊണ്ട്. അങ്ങനെ അർട്ടബാനെ രക്ഷിക്കുവാനായിട്ട് അവൾ വളരെ പരിശ്രമിച്ചു. ആ സമയത്ത് അവളുടെ മടിയിൽ അർട്ടബാന്റെ തല വെച്ച് അവൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇരുട്ടിൽ ഒരു പ്രത്യേക പ്രകാശം അർട്ടബാന്റെ മുഖത്തേക്ക് അടിക്കുന്നതായിട്ട് അവൾക്ക് തോന്നി. അപ്പോൾ അർട്ടബാൻ തൻ്റെ ചെറിയ ഓർമ്മയിൽ പറഞ്ഞു, കർത്താവായ ക്രിസ്തുവേ, നിന്നെ ഒന്ന് കാണുവാനും നിനക്ക് തരുന്നതിനു വേണ്ടി ഞാൻ കൊണ്ടുവന്ന രത്നക്കല്ലുകൾ ഒന്നും എനിക്ക് തരുവാനോ അങ്ങയിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാനോ എനിക്ക് ഭാഗ്യമുണ്ടായില്ല എന്ന് അർട്ടബാൻ പിറുവിറുക്കുന്നതായിട്ട് ആ കുട്ടി കേട്ടു. ഇയാൾ പിറുവിറുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രകാശ വലയത്തിൽ ഇവരായിത്തീർന്നു. ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്ന് പതിക്കുന്നതായി ആ പെൺകുട്ടിയെ കാണുകയുണ്ടായി. ആ പ്രകാശത്തിൽ ആരോ പറയുന്ന പോലെ മറ്റൊരു ശബ്ദം ഈ പെൺകുട്ടി കേൾക്കുകയാണ്. നിന്റെ രത്നക്കല്ലുകൾ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന ഒരു ശബ്ദം ഉണ്ടാവുകയും ആ ശബ്ദത്തിൽ അർട്ടബാൻ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ പ്രാണനെ വിടുകയും ചെയ്തു, അഥവാ മരിച്ചു താൻ. അപ്പോൾ തന്നെ ക്രൂശിന്മേൽ ക്രിസ്തു മരിച്ചപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് പ്രവർത്തിച്ച അർട്ടബാന് ഒരേ സമയത്ത് പ്രാണനെ വിട്ടു. ക്രിസ്തുവിനെ തൻ്റെ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് കാണുവാനോ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനോ തനിക്ക് സാധിച്ചില്ലെങ്കിൽ തന്നെയും, അതായത് കാൽവരിയിൽ തൂങ്ങിയതായ കർത്താവായ യേശു ക്രിസ്തു അർട്ടബാനെ ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ആ കൊടുത്ത 3 കല്ലുകളും കർത്താവായ യേശു ക്രിസ്തു അർട്ടബാനെ മനസ്സിൽ കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അർട്ടബാൻ പുഞ്ചിരിച്ചത്. താൻ കൊടുത്തത് കർത്താവായ യേശു ക്രിസ്തുവിനാണ് എന്ന് മനസ്സിലായി. ഈ അർട്ടബാൻ എന്ന രാജാവ് കേരളത്തിലെ പിറവംകാരൻ ആണ് എന്ന് ഒരു ഐതിഹ്യമുണ്ട്. എന്നെ കേൾക്കുന്ന പിറവംകാരുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം. ആയതിനാലാണ് പിറവംപള്ളി രാജാക്കന്മാരുടെ പള്ളി എന്ന് പേർ വിളിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും നന്മകളോ സഹായങ്ങളോ മറ്റുള്ളവർക്ക് ചെയ്താൽ അതെല്ലാം ക്രിസ്തുവിനാണ് ചെയ്യുന്നത്. ആയതിനാൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ ക്രമീകരിക്കുവാൻ മറന്നുപോകരുത്. ആദ്യത്തെ ക്രിസ്തുമസ് ദിനം ബേത്ലഹേമിലെ നിവാസികൾക്ക് കണ്ണുനീരിൻ്റെ ദിനമായിരുന്നു.
വിശുദ്ധ മത്തായി 2:17 പറയുന്നു. യെരമ്യ 35:15 പറയുന്നത് തന്നെ എന്താണ്? റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വിലാപവും തന്നെ. റാഹേൽ തന്റെ മക്കളെക്കുറിച്ച് കരയുന്നു എന്നാണ്. ഈ 2020 ക്രിസ്മസ് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. എവിടെയും ഭയവും ഭീതി, ഉത്കണ്ഠയും കരച്ചിലും മരണവും മാത്രം. COVID-19 എന്ന ഹെറോദോസ് നിഷ്കരണം പ്രായമന്യേ മനുഷ്യ സമൂഹത്തെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഈ COVID-19 മധ്യത്തിലും കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. ഈ ലോകത്തിൽ ഒഴുകുന്ന കണ്ണുനീർച്ചാലുകളുടെ മധ്യത്തിലും ഉണ്ണിമിശിഹായെ ദർശിച്ച് ആരാധിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആത്മശരീര മനസ്സുകളെ ആ ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ സമർപ്പിക്കാം എന്ന പ്രാർത്ഥനയോടെ എന്നെ കേൾക്കുന്ന ഏവർക്കും മനസ്സ് നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. വിഷ് യു മെറി ക്രിസ്മസ് എന്ന് കർത്താവിൽ സ്നേഹപൂർവ്വം പുത്തൂർക്കുടിയിൽ അച്ഛൻ.